ഹലോ ഗൈസ്, അപ്പോൾ ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ഷെയർത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിലാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഇത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല, നിങ്ങൾ വേറെ എവിടെയും കണ്ട പോലെയുള്ള പഴയ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ ഉള്ള മ്യൂസിയം അല്ല. ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം 2071 നമ്മുടെ ലോകം എങ്ങനെ ഉണ്ടാകുമെന്ന് ഇത് ഇവരീ കാണുന്ന എൻ്റെ പുറകിലായിട്ട് കാണുന്ന കണ്ടില്ല, ഒരു മുട്ടയുടെ ആകൃതി, ആ ആകൃതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങാണ്. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമുക്കത് ക്ലിയർ ചെയ്യണ്ടേ. അപ്പം ജസ്റ്റ് നമുക്ക് അതിനുള്ളിലൊന്ന് കയറിയിട്ട് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ ടിക്കറ്റിലെ ബാർകോഡ് ഇവർ സ്കാൻ ചെയ്ത ശേഷം ഒരു റിസ്റ്റ് ബാൻഡ് നമുക്ക് കയ്യിൽ കെട്ടിത്തരും. ഇതുപോലെ ഒരു റിസ്റ്റ് ബാൻഡ് കെട്ടിത്തരും. അപ്പോൾ ഈ റിസ്റ്റ് ബാൻഡ് വെച്ച് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം നാഷണൽ ജിയോഗ്രഫി ഉണ്ടല്ലോ നമ്മുടെ, അവർ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിയങ്ങളിൽ 15 മ്യൂസിയങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ ഈ ദുബായിലെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ദുബായ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു 2071 ദുബായ് എങ്ങനെ ഉണ്ടാകും എന്നതാണ് ഇതിനുള്ളിൽ ഇവർ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ മ്യൂസിയത്തിൻ്റെ ഫ്ലോറിലൊക്കെ അറബി വേർഡുകൾ കൊണ്ട് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എനിക്ക് അറബി അറിയില്ല, അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോൺ കില്ല എന്നൊരു ആർക്കിടെക്ചറാണ് ഈ ബിൽഡിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പറയണ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മളിവിടെ കുറച്ചധികം സമയം നിൽക്കണം, എങ്കിലേ നമുക്ക് ഉള്ളിലോട്ടുള്ള എൻട്രൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കും ഫ്യൂച്ചറിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ UAEയുടെ മാർസ് ഓർബിറ്റിൻ്റെ പേരുള്ള ഹോപ്പ് എന്നൊരു ബഹിരാകാശപേടത്തിലോട്ട് കയറാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 600 കിലോമീറ്റർ ഉയരത്തിലുള്ള ഹോപ്പ് എന്നുള്ളൊരു ബഹിരാകാശ നിലയുണ്ട് UAEയുടെ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു ടൈം മെഷീനാണ് കേട്ടോ. 2071 ദുബായിലെ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ ഇപ്പോൾ മുതൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു പോലും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലോകം എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും. പക്ഷേ ആ കാര്യത്തിൽ ഇവരൊരു ഒരുപാട് കാലങ്ങൾക്കപ്പുറം 2071 എങ്ങനെ ഉണ്ടാവുമെന്ന് ഇവർ കാണിച്ചു തരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ദുബായി നമുക്ക് പറയാൻ പറ്റും. As you voyage to the future, I will be your guide. The worlds that you will encounter are not predictions, they are challenges. Your task is to explore and return with discoveries that can help the present. ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗൈഡിൻ്റെ പേരാണ് അയ. 2071 ദുബായിലെ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. മുഹമ്മദ് ബിൻ റഷീദ് സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുകയാണെന്നും ആണ് ഈ വെർച്വൽ ഗൈഡായ അയ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിതാ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ശരിക്കും നമ്മൾ ബഹിരാകാശത്ത് ഒരു ഫീലാണ്. ഇതൊരു എലവേറ്ററാണ് കേട്ടോ. ബഹിരാകാശ പേടകം പോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ എലവേറ്റർ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണെന്ന് എനിക്കറിയാം. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതാ ഈ നമ്മുടെ സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 600 കിലോമീറ്റർ ദൂരത്തിലേക്ക് ബഹിരാകാശത്തിലേക്ക് പോകാൻ പോവുകയാണ്.
ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ചുറ്റും താഴെ നിങ്ങൾ കാണുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായിലെ കാഴ്ചയാണ്. അതായത് നമ്മൾ മുകളിൽ നിന്നുകൊണ്ട് ദുബായ് എങ്ങനെ കാണുന്നു എന്നാണ് ഇതിപ്പോൾ കാണിച്ചു തരുന്നത്. അതുപോലെ ദുബായിലെ ജുമേറ പോലെയുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ചുറ്റും ഈ LED സ്ക്രീൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ഇവർ കാണിച്ചു തരുന്നത്. ഈ നമ്മൾ പുറത്തെ കാഴ്ചകൾ ഈ LED സ്ക്രീൻ വഴി കാണിച്ചു തരും. അതുപോലെ തന്നെ ഇത് മൂവ് ചെയ്യുമ്പോഴും കറക്റ്റ് നമ്മൾ സ്പേസ് സ്റ്റേഷനിലൊന്നും നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ, സ്പേസ് ഷിപ്പിലൊന്നും നമ്മൾ കയറിയിട്ടില്ലെങ്കിലും നമ്മൾ സിനിമയിലൊക്കെ കണ്ട ആ ഒരു ഫീല് പോലെ നമുക്ക് കറക്റ്റ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ജീവിതത്തിൽ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. سيداتي وسادتي، إذا نظرتم إلى الفضاء خارجا على الجانب الأيمن من الكبسولة ستلمحون محطة الفضاء المدارية أمل. أليست جميلة؟ لقد تسلمت محطة الفضاء المدارية أمل التحكم لتنفيذ عملية الالتحام النهائية. أسعدني جدا أن أقود رحلتكم اليوم. استمتعوا بهذا المنظر الخلاب. Ladies and gentlemen, if you look off into space on the starboard side of the capsule, you will see OSS Hope just coming to view now. Isn't she beautiful? OSS Hope now has control of our final docking. It's been a pleasure to be your captain today. Please enjoy the view. ഇത് 4 മിനിറ്റ് ഉണ്ട് ഈ ട്രാവൽ, നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാ നമ്മൾ 4 മിനിറ്റ് ട്രാവൽ ചെയ്ത് ബഹിരാകാശത്ത് പേടകത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ ബഹിരാകാശത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ആ ഒരു എന്താ പറയണ്ടേ, ബഹിരാകാശത്ത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പലയിടത്തും വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ കാഴ്ചകൾ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി ബഹിരാകാശത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസ് സ്റ്റേഷൻ നാസ ഡിസൈൻ ചെയ്ത് അപ്രൂവ് ചെയ്ത ഒരു സ്പേസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2071 ആകുമ്പോഴേക്കും ദുബായ്ക്കും ഇതേപോലൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകുമെന്നും അന്ന് നമുക്കെല്ലാവർക്കും ബഹിരാകാശത്ത് പോയിട്ട് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാമെന്നും ആണ് ഇതിലൂടെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ അത്തരത്തിൽ 2071 നമ്മൾ ബഹിരാകാശത്ത് പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്നുള്ള കാഴ്ചകളൊക്കെ ഇവിടെ വെർച്വലായിട്ട് കാണിച്ചു തരികയാണ് ഈ ഒരു സ്പേസ് സ്റ്റേഷൻ വെച്ചിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് എന്താണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ വലിയ വലിയ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ സ്പേസിലൊക്കെ പോകുന്നതും അതുപോലെ ലാബിൽ ഒക്കെ പോകുന്നതൊക്കെ ആയിട്ട് മറ്റേതോ ഒരു ലോകത്ത് എത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ്. അതായത് ശരിക്കും നമ്മൾ സ്പേസിൽ പോയ പോലെ ഒരു പ്രതീതിയാണ്, നമുക്കൊരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ഈ നമ്മുടെ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭൂമിയെ എങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്കും മനസ്സിലാകുന്നില്ല, കാരണം ഇത് കുറച്ച് സയൻസ് റിലേറ്റഡ് ആയത് കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്കിൽ നമുക്കൊരു 90% നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇവിടെ അതായത് ബഹിരാകാശത്ത്
കാഴ്ചകൾ എങ്ങനെയാണ്, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇവർ ഈ സ്ക്രീനിലൂടെയൊക്കെ കാണിച്ചു തരുന്നത്. അതുപോലെ ഇവിടെ ഒരു ഗാലക്സിയുടെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസ്റ്റ് വാച്ച് ഉപയോഗിച്ച് നമുക്ക് ഈ ഗാലക്സിയിൽ പല പദ്ധതികളും നടപ്പാക്കാൻ പറ്റും. റിസ്റ്റ് വാച്ച് സ്കാൻ ചെയ്ത ശേഷം നമുക്ക് പല നമ്മുടേതായ പ്ലാനുകൾ 3-4 പ്ലാനുകൾ നമുക്ക് ഒരാൾക്ക് റിസ്റ്റ് വാച്ച് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ചെയ്ത് ഡെമോ പോലെ കാണിക്കാൻ പറ്റും. ഡിജിറ്റൽ വെർച്വാലിറ്റി എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു എക്സാക്റ്റ് 100% അതിനോട് കൂറ് പുലർത്തുന്ന ഒരു മ്യൂസിയമാണ് ഇതിവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റ് നമ്മൾ സിനിമയിൽ എങ്ങനെ കണ്ടോ അതേ സാധനം ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ പയനിയറാകാൻ പറ്റും. അതായത് നമുക്ക് ബഹിരാകാശത്തെ പയനിയറാകാൻ സാധിക്കും. അതായത് നമുക്ക് ബഹിരാകാശത്ത് പോകുന്ന സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ റിസ്റ്റ് വാച്ച് വെച്ച് ഞാനിത് സ്കാൻ ചെയ്യുകയാണ്. എൻ്റെ പേര് വന്ന് ശരത് മോഹനൻ. അപ്പോൾ ഇത് റിസ്റ്റ് വാച്ച് വെച്ച് സ്കാൻ ചെയ്ത ശേഷം നമ്മൾ ഫേസ് സ്കാൻ ചെയ്ത ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതായി ബഹിരാകാശത്ത് ഇടുന്ന ആ സ്യൂട്ട് വിട്ട് നമ്മുടെ ഫേസും വന്ന് ഇതായി ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ, എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങ് പീക്കിലാണ്. അത്രയ്ക്ക് സെറ്റപ്പാണ്, നമ്മളെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനി ഡ്രോപ്പ് പോഡിൽ കയറി ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. ബഹിരാകാശത്ത് നിന്ന് നേരെ നമ്മൾ ഭൂമിയിലേക്ക് ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് പേടകം ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ദുബായിയുടെ ഭാവി എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു വെർച്വൽ ഷോയാണിത്. ഈ സ്ക്രീനിലൊക്കെ കാണുന്ന ഒരുപാട് പറക്കുന്ന റോബോട്ടുകളും അതുപോലെ തന്നെ ടെക്നോളജി വളരെയധികം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ദുബായിയെക്കുറിച്ച്, ഒരു മോഡേൺ ദുബായിയെക്കുറിച്ച്, അത് 2071 ദുബായിയെക്കുറിച്ചാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കിളി പോയി നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് അടുത്ത കിളി പോകുന്ന സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറെ ഏതോ ഒരു മൈൻഡ് സെറ്റിലായി പോകും. ഇതാണ് ആമസോൺ കാർഡ്. ഇവിടെ വലിയൊരു സ്ക്രീൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ ആമസോൺ കാർഡുകൾ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഇവർ പറയുന്നത് ആമസോൺ കാർഡുകളിൽ എല്ലാ വർഷവും തീയൊക്കെ പിടിച്ച് ഒരുപാട് ആമസോൺ കാർഡുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. ആമസോൺ കാർഡുകളിലെ മരങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളാണ്. വെള്ളം മരത്തിൽ ശേഖരിക്കുകയും അതുപോലെ തന്നെ മഴ സ്വന്തമായി പെയ്യിപ്പിക്കാനുള്ള കഴിവുകളുള്ളതൊക്കെ ആയിട്ടുള്ള മരങ്ങളാണ് ഈ ആമസോൺ കാടുകളിലുള്ളത്. അപ്പം അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഇവർ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നശിച്ചു പോയ മരങ്ങളെ എങ്ങനെ പുതിയതായി പ്ലാന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള അതിൻ്റെ DNA-യും ഈ ആമസോൺ കാടുകളിലുള്ള മരങ്ങളുടെ DNA-യും ഒക്കെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും കിളി പോയി അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. കറക്റ്റ് ഒരു ഹോളിവുഡ് പടം കണ്ട അതേ സെറ്റപ്പ്. ഈ കാണുന്നൊക്കെ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നില്ല, ഇതെല്ലാം ലോകത്തിലുള്ള 2400 അധികം സ്പീഷീസുകളുടെ DNA ആണ്. ഡിജിറ്റൽ DNA ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഫ്യൂച്ചറിൽ
നമ്മളെല്ലാവരും നശിച്ചു പോയാലും ഈ ലോകത്തുള്ള എല്ലാ സസ്യങ്ങളുടെയും അതുപോലെ മൃഗങ്ങളുടെയും അതുപോലെ പക്ഷികളുടെയും ഒക്കെ DNA ഡിജിറ്റലായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ നമുക്ക് ഈ DNA വെച്ചിട്ട് ഈ ലോകം അവസാനിച്ചാൽ കൂടെ അല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോയാൽ കൂടെ നമുക്ക് ഇവയൊക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇവർ ഇതിലൂടെ പറയുന്നത്. ഇതായി കാണുന്നതൊക്കെ തവള, അതുപോലെ പല്ലി, പൂമ്പാറ്റ, തുമ്പി അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ DNA ആണ്. പല ജീവികളുടെ DNA ആണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പം അടുത്തത് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ DNA കണ്ടല്ലോ, ആ DNAയിൽ നിന്ന് 1-2 സാമ്പിൾ എടുത്ത് നമുക്കിവിടെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ DNA വർക്കാകുന്നതെന്നാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. നമ്മുടെ റിസ്റ്റ് വാച്ച് വെച്ച് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഗവേഷണത്തിന് അല്ലെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ നോക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. പിന്നെ ഇതൊരു ഡിജിറ്റൽ ഫ്ലോറാണ് കേട്ടോ. നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ ഒരു ഇല്യൂഷൻ വർക്കാവുകയാണ്. നമ്മൾ ഈ ബീച്ചിലൂടെ നടക്കുമ്പോൾ വെള്ളം ചവിട്ടുന്നിടത്തുനിന്ന് വെള്ളം നീങ്ങുമല്ലോ, അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഒരു രക്ഷയില്ല കേട്ടോ, അന്യായം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടന്നിട്ടും മതിയാകുന്നില്ല. കാരണം അത്രയ്ക്ക് രസമായിട്ടാണ് ഇവർ ഇല്യൂഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ടുമോറോ ആൻഡ് ടുഡേ എന്നുള്ള സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന ഒരു റോബോട്ടാണ് കേട്ടോ, ഫ്യൂച്ചറിലുള്ള ഒരു റോബോട്ടാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ഈ റോബോട്ടിനോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് പ്രോപ്പറായിട്ട് ഈ റോബോട്ട് ഉത്തരം തരും. My name is Annika. I'm a humanoid robot and I work for the Museum of the Future. Do you have any question for me? ഇപ്പം നിങ്ങളിവിടെ കാണുന്ന നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പോകുന്ന കാറുകൾ, അതുപോലെ ഫ്യൂച്ചറിൽ നമ്മൾ ട്രാഫിക് സിസ്റ്റം നേരിടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഫ്ലൈ ചെയ്യാനുള്ള ഫ്ലൈ സ്യൂട്ടുകൾ, അതുപോലെ ഭാവിയിലെ വെപ്പൺസ്, അതുപോലെ ഇതൊരു ഡോഗാണ്. സാധാരണ ഡോഗിനേക്കാളും കൂടുതൽ ഒരുപാട് മടങ്ങ് എഫിഷ്യൻസി ഉള്ള ഒരു റോബോട്ട് ഡോഗാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെൻ്റ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ പോകുന്ന നേരെ ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ടോപ്പിലേക്കാണ്. അവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് മേളിൽ കയറി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിത് ഞെട്ടിത്തരിച്ച് സ്പേസിൽ പോയിട്ട് വന്നൊരു ഫീലിങ്ങോടുകൂടി ഞാനിതാ ഇതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പം ആക്ച്വലി ഞാൻ അതിൽ കയറിയപ്പോൾ എനിക്കുണ്ട ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മൾ ഈ സിനിമയിലൊക്കെ ഹോളിവുഡ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, വലിയ സ്പേസിലൊക്കെ പോയിട്ട് ഇൻഡസ്ട്രിയലാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനുള്ളിലൊക്കെ നമ്മൾ ആ പടം കാണുമ്പോൾ നമുക്ക് അവിടെ സ്പേസിൽ പോയ ഒരു ഫീലിംഗാണ്. അതേ ഒരു ഫീലിംഗാണ് സ്പേസിൽ നിന്ന് മാത്രമല്ല 2071 നമ്മുടെ എർത്ത് നമ്മുടെ ഭൂമി എങ്ങനെ ഉണ്ടാവുമെന്ന് ഈ കാണുന്ന കൺസ്ട്രക്ഷനിൽ ഈ ചെറിയ മുട്ടയുടെ വലിപ്പമുള്ള ഈ ബിൽഡിങ്ങിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് പറയുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളിവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ല, ഇത് നമ്മുടെ ഫ്യൂച്ചറാണ്, സയൻസാണ്. അപ്പം നിങ്ങൾക്ക് വന്നതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സയൻസിനെ പറ്റിയും ടെക്നോളജിയെ പറ്റിയും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ മെട്രോ കയറുക. അപ്പോൾ മെട്രോയിൽ കയറിയ ശേഷം എമറേറ്റ്സ് ടവർ എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ നേരെ നമുക്ക് മ്യൂസിയത്തിലോട്ട് ആക്സസ് ഉണ്ട്. അപ്പം ഇവിടെ ടിക്കറ്റ് കയറണമെങ്കിൽ അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ടിക്കറ്റൊക്കെ വിറ്റുപോകും. ഓരോ സ്ലോട്ടുകളായിട്ടാണ് ഇവിടെ കയറ്റുന്നത് ആൾക്കാരെ. അപ്പോൾ നോർമൽ റേറ്റ് 150 ദിർഹം മുതൽ സ്റ്റാർട്ട് ചെയ്യും, 300 സംതിങ് വരെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത
പ്രാവശ്യം ഇതിലും ബെറ്ററായിട്ടുള്ള മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ പുതിയ വ്ളോഗ് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.